ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സാധ്യത എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മത്സരം തോൽക്കാതിരുന്നാൽ മതി, ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് കയറും എന്നുള്ളതാണ്. അതായത് ഒരു ഡ്രോയോ ഒരു വിജയമോ നേടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് കയറും എന്നുള്ളതാണ്. ഇനി ബ്ലാസ്റ്റേഴ്സ് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗോളും കൂടെ അധികം അടിച്ചിരുന്നെങ്കിൽ ഇവൻ തോറ്റു കഴിഞ്ഞാൽ പോലും ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് 3 ഗോൾസ് അടിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാതെ കിട്ടണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിക്കുകയും രാജസ്ഥാൻ യുണൈറ്റഡ് അടുത്ത മത്സരം വിജയിക്കാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇനി രാജസ്ഥാന്റെ സാധ്യത എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ സിറ്റി എഫ് സി ഒരു 1-0 മാത്രം വിജയിക്കുകയും ഡൽഹിക്കെതിരെ 4 അതിലധികവും ഗോളുകൾ അടിച്ച് വിജയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇനി രാജസ്ഥാൻ യുണൈറ്റഡ് വിജയിച്ചു കഴിഞ്ഞാൽ മുംബൈ സിറ്റിക്ക് ഒരു സാധ്യത പറഞ്ഞെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ നല്ല മാർജിനിൽ വിജയിക്കുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. എന്താണെങ്കിലും സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. പക്ഷേ ഇവിടെ ഒരു ആനുകൂല്യമുള്ളത് ബ്ലാസ്റ്റേഴ്സിനാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ അത് മുതലാക്കാൻ പറ്റണം. അതായത് ഒരു ഡ്രോ, അതായത് തോൽക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡിഫൻസ് സ്ട്രോങ് ആക്കി വെക്കുക. നമ്മൾ 2 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നേടി അത് അവസാനത്തെ മത്സരത്തിലും ആവർത്തിക്കാൻ സാധിക്കണം. ഡയാസ് അണ്ണനൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ.